നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു അടിപൊളി ഫാം ഹൗസ് ആണ്. ഫാമിലിക്കായാലും ബാച്ചിലേഴ്സിനായാലും വീക്കെൻഡിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാം സ്പോട്ടാണിത്. ഇവരുടെ ഹോസ്പിറ്റാലും അതുപോലെ തന്നെ റൂമിന്റെ വൃത്തിയൊക്കെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അടിപൊളി ഫാം സ്റ്റേ വരുന്നത് സ്വേഹാൻ അടുത്താണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ മറക്കരുത്. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ടോപ്പ് റൂമിലാണെങ്കിൽ ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ താമസ റൂം. ഇവിടെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം നല്ല ഭംഗിയുണ്ട് മുകളിൽ നിന്ന് കാണാനായിട്ട്. ഇതാണ് പുറമേ കാണുന്ന വിഷ്വല്. അതുപോലെ തന്നെ ഇവിടെ അവർ പച്ചക്കറി കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. ഈ പച്ചക്കറികളാണ് നമുക്കിവിടെ ഫുഡായിട്ടൊക്കെ നമുക്ക് അവർ മെനുവിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫുഡ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതും കൂടെയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെയൊക്കെ ചുറ്റും നടന്ന് മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും. ഒരുപാട് മൃഗങ്ങൾ അവരിവിടെ വളർത്തുന്നുണ്ട്. നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുതിരസവാരിയും ഇവിടെ അവൈലബിൾ ആണ്. കുതിരസവാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ കുതിരസവാരി നടത്താം. ഈ ഒരു ഭാഗത്ത് വലിയൊരു ഊഞ്ഞാൽ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷട്ടിൽ കോർട്ടും അവിടെ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഫാം ഹൗസ് ആണ്. കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാം ഹൗസ് ആണ്. ഈ ഫാം ഹൗസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഓരോ സീസൺ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഹട്ട് പോലുള്ളതിന് പിന്നെ 1200 ദിർഹമാണ് വരുന്നത്. അതുപോലെ മറ്റ് ഒരു മജ്ലിസ് ഉണ്ട്. ഒരുപാട് ഫാം ഹൗസ് വേറെയുണ്ട്. അപ്പോൾ എല്ലാ ഫാം ഹൗസും ഇപ്പോൾ ഫിൽഡാണ്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ വിളിച്ച് അന്വേഷിച്ച് വേണം അവിടെ വരാനായിട്ട്. കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അവിടെ നമുക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റൂം അവൈലബിലിറ്റി കിട്ടത്തുള്ളൂ. സ്വിമ്മിംഗ് പൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ ഫാമിലിക്കും വേണ്ട രീതിയിൽ അവർ പരിഗണിക്കുന്നതാണ്. എല്ലാവർക്കും അതിൻ്റെ ഒരു ടൈം അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഗ്രില്ല് ചെയ്യാൻ താല്പര്യമുള്ള ഫാമിലിക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. മീറ്റും കാര്യങ്ങളും മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. ബാക്കി കോളും അതുപോലുള്ള അതിന് ചെയ്യാനുള്ള ഗ്രിൽഡ് സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് അവർ അറേഞ്ച് ചെയ്ത് തരും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ നമുക്ക് അവിടുത്തെ കിച്ചണിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അതിന് വേണ്ടിയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ലൈറ്റ് എല്ലാം കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി ഇറങ്ങി ഇതിന് ചുറ്റും നടക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ മിനി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീക്കെൻഡിൽ നല്ലൊരു സ്റ്റേക്കേഷൻ നോക്കി നടക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ.